മുള്ളിനെ മുള്ള് കൊണ്ടെടുക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് തൃശ്ശൂർ സന്ദീപ് വാര്യരെ ഇറക്കിക്കൊണ്ട് ആ നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചെടുക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് ഒരു വമ്പൻ പ്ലാനുമായിട്ടാണ് ബി.ജെ.പി. രംഗത്ത് വരുന്നത്. അതായത് ന്യൂനപക്ഷങ്ങളെ മുഴുവൻ തങ്ങളിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടിയിട്ട് പി.സി. ജോർജിനെയും ഷോൺ ജോർജിനും വലിയ പദവികൾ നൽകുക. പുതിയ എന്തെങ്കിലും വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പി.സിക്ക് വരുന്ന വലിയ ശോഭന ഭാവിയെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഏതാണ്ട് 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന് നൽകാൻ പോകുന്ന ഏറ്റവും പ്രശസ്തമായ ആ ഒരു പോസ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? തൃശ്ശൂർ പിടിക്കാനായി കോൺഗ്രസ് സന്ദീപ് വാര്യറാണ് ഇറക്കുന്നത്. അതായത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ഒരു വ്യക്തിപ്രഭാവം കൊണ്ട് സുരേഷ് ഗോപി ജയിച്ചു എന്നുള്ളതാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്. സുരേഷ് ഗോപി എന്ന വ്യക്തി 3ാം തവണ നിന്നാണ് അവിടെ നിന്ന് ജയിക്കുന്നത്. 2 തവണ അദ്ദേഹം തോറ്റുപോയ ഒരാളാണ്. 3ാം തവണയാണ് അദ്ദേഹം ജയിക്കുന്നത്. അപ്പോ സ്വാഭാവികമായും ന്യൂനപക്ഷങ്ങളുടെ വോട്ടാണ് ബി.ജെ.പിക്ക് കൂടുതലായി തൃശ്ശൂർ ലഭിച്ചത്. ന്യൂനപക്ഷങ്ങളെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തുക എന്ന പുതിയ തന്ത്രമാണ് ബി.ജെ.പി. ഷോൺ ജോർജിലൂടെയും പി.സി. ജോർജിലൂടെയും ഇറക്കാനുള്ള തുറുപ്പ് ചീട്ടായി അല്ലെങ്കിൽ നീക്കമായി കണക്കാക്കുന്നത് എന്നുള്ളത്. ഇപ്പോ തൃശ്ശൂരിൽ സന്ദീപ് വാര്യർ എത്തുമ്പോൾ ബി.ജെ.പിയുടെ അടവ് നയങ്ങളും തന്ത്രങ്ങളും കൃത്യമായി അറിയാവുന്ന സന്ദീപ് വാര്യർ തൃശ്ശൂരിൽ ഒരു കളം പിടിക്കാൻ ഇറങ്ങുമ്പോൾ ബി.ജെ.പിക്ക് ഒരുപക്ഷെ അവിടെ ചിലപ്പോൾ അടി പതറാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യ സ്നേഹിയെ ബി.ജെ.പിക്കാരൻ എന്നതിലപ്പുറം ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യ സ്നേഹി, സിനിമാ നടൻ എന്നതിലപ്പുറം ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലപ്പുറം മനുഷ്യ സ്നേഹിയായ സുരേഷ് ഗോപിയെ തൃശ്ശൂർകാർ കൈവിടുമെന്ന് തോന്നുന്നില്ല. കാരണം MP ആകുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം തൃശ്ശൂർകാർക്ക് വേണ്ടി ചെയ്ത പദ്ധതികൾ 763 കോടി രൂപയുടെ പദ്ധതികളാണ് തൃശ്ശൂരിൽ MP ആകുന്നതിന് മുൻപ് സുരേഷ് ഗോപി നടത്തിയത്. അപ്പോൾ അത്തരം നീക്കങ്ങൾ ഒരിക്കലും കോൺഗ്രസിനെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളത് മാത്രമല്ല, TN പ്രതാപൻ അവിടെ ആര് നിന്നാലും കോൺഗ്രസിലെ ആര് നിന്നാലും അത് കാല് വാരുന്ന തരത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്നുള്ളത് കോൺഗ്രസ്സുകാർക്ക് പോലും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇത്തവണ കെ മുരളീധരൻ നിന്നപ്പോഴും കാലുവാരി മുരളീധരനെ തോൽപ്പിക്കാൻ വേണ്ടി കൂട്ടുനിന്നത് ആരാണ് എന്നൊക്കെയുള്ള കാര്യം അവിടെ നഗ്നമായ സത്യമാണ്. അതുകൊണ്ട് അത് കൃത്യമായി കോൺഗ്രസിന് അറിയാം. ഇനി സന്ദീപ് വാര്യർ അല്ല ആരിറങ്ങിയാലും കോൺഗ്രസ്സുകാർ തന്നെ അവിടെ കോൺഗ്രസ്സുകാരെ തോൽപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. കാരണം TN പ്രതാപൻ അപ്പുറം മറ്റൊരാൾ അവിടെ നിന്ന് ജയിക്കരുത് എന്ന് പ്രതാപനോടൊപ്പം നിൽക്കുന്ന ആളുകളും പ്രതാപനും ഒരു ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത് ആര് നിന്നാലും അവരെ തോൽപ്പിക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അവിടേക്കാണ് ന്യൂനപക്ഷങ്ങളെ കുറച്ചുകൂടി കൂടുതൽ മുസ്ലിം ലീഗിനെയൊക്കെ പോയി കണ്ട് ന്യൂനപക്ഷങ്ങളെ കുറച്ചുകൂടി കയ്യിലെടുത്തിരിക്കുകയാണ് സന്ദീപ് വാര്യർ എന്ന് പറയുന്നത്. ഇപ്പോൾ പല പരിപാടികളിൽ പങ്കെടുക്കുന്നു, മുസ്ലിം ലീഗിനോടൊപ്പം സഞ്ചരിക്കുന്നു, കാന്തപുരത്തിനെ പോയി കാണുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ന്യൂനപക്ഷങ്ങളെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തുന്ന സമീപനവുമായി സന്ദീപ് വാര്യർ ഒരു ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ലക്ഷ്യത്തെ ബി.ജെ.പി. എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് ഈ മറുഭാഗത്ത് നമ്മൾ മറികടക്കാൻ തീർച്ചയായിട്ടും ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചതുപോലെ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ ഉൾപ്പെടെ മാറുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നാലും ബി.ജെ.പി. അതിന്റെ ഇപ്പൊ ഗൗതം ചോദിച്ചതുപോലെ അത് മറികടക്കാനുള്ള തന്ത്രങ്ങളാണോ ബി.ജെ.പി. മെനയുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഈ സംഘടനാ തിരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുന്ന സമയത്ത് പല ജില്ലാ അധ്യക്ഷന്മാരെ മാറ്റുന്ന ഈ സമയത്ത് ദേശീയ അധ്യക്ഷന്മാരെ മാറുന്ന ഈ സമയത്ത് നമുക്കറിയാം JP നദ്ദയാണ് ദേശീയ അധ്യക്ഷൻ. JP നദ്ദ ഓൾറെഡി ഒരു കേന്ദ്രമന്ത്രി കൂടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ പദവി അദ്ദേഹത്തിൽ നിന്ന് ദേശീയ അധ്യക്ഷൻ പദവി അദ്ദേഹത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് മറ്റാരെങ്കിലും ആ ചുമതലയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു നീക്കം. അവിടെയാണ് ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് PC ജോർജിനെ പരിഗണിക്കുന്നു എന്നുള്ള വാർത്ത. ഓൾറെഡി 10 പേർ ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ വസുന്ധര രാജെ സിന്ധ്യ, സുന്ദർ സിംഗ്, ജയൻ പാണ്ഡെ, ശുശ്രീ സരോജ് പാണ്ഡെ, രേഖ വർമ്മ, DK അരുണിമ, സുഭാസ്ത, താരിഖ് മൻസൂർ, അബ്ദുള്ളക്കുട്ടി. ഈ അബ്ദുള്ളക്കുട്ടി ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ഈ രേഖ വർമ്മ ദില്ലി ഇലക്ഷനിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. താരിഖ് മൻസൂറിന് മറ്റൊരു പദവി നൽകി അദ്ദേഹത്തെ മാറ്റുന്നുണ്ട്. അപ്പോൾ അവിടെ ആളുകളുടെ ആവശ്യമുണ്ട്. 10 ദേശീയ വൈസ് പ്രസിഡന്റുമാരുടെ ഇടയിലേക്ക് PC ജോർജ് കൂടി കടന്നു വരുമ്പോൾ അത് ബി.ജെ.പിയിൽ വല്ലാത്തൊരു മാറ്റം ഉണ്ടാക്കും. ന്യൂനപക്ഷങ്ങളെ കുറച്ചുകൂടി ബി.ജെ.പിയിൽ അടുപ്പിക്കാൻ ബി.ജെ.പിക്ക് അത് സഹായകമാകും. മാത്രമല്ല PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ്, നമുക്കറിയാം ഷോൺ ജോർജിന്റെ നിലപാടുകൾ, ഒരു അഡ്വക്കേറ്റ് കൂടിയാണ് അദ്ദേഹത്തിന്റെ നിലപാടുകൾ പലപ്പോഴും വലിയ രീതിയിൽ ചർച്ചകളായിട്ടുണ്ട്. PC ജോർജിനെ പോലെ അല്ല ഷോൺ ജോർജ്.
PC ജോർജ് ചിലപ്പോഴൊക്കെ വിടുവായിത്തരം വിളിച്ചു പറഞ്ഞുകൊണ്ട് വടി കൊടുത്ത് അടി വാങ്ങുന്ന ഒരു സ്വഭാവം PC ജോർജിന് പലപ്പോഴും ഉണ്ട്. അങ്ങോട്ട് കയറി അടി വാങ്ങുന്ന ഒരു സ്വഭാവം. ഇപ്പൊ BJP ഈ ഒരു വാർത്ത പുറത്തു വരുന്നതിൽ തന്നെ പല നേതാക്കളും BJP അകത്തു നിന്നുള്ള പല അണികളും പറയുന്നത് PC വന്നു കഴിഞ്ഞാൽ വലിയ ഭാരം താങ്ങേണ്ടി വരുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും വലിയൊരു സ്ഥാനം നൽകി കഴിഞ്ഞു. PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം PC ജോർജ് പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് പലപ്പോഴും ഒരു തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അദ്ദേഹം ചിലപ്പോൾ പറയുന്നത് നല്ല രീതിയിലായിരിക്കും, പക്ഷെ അത് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ചില സമയത്ത് വർഗീയപരമായ കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് പലർക്കും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതുമാണ്. അവിടെയാണ് ഷോൺ ജോർജ് വ്യത്യസ്തനാകുന്നത്. ഷോൺ ജോർജിന് കൃത്യമായ നിലപാടുകളുണ്ട്, കൃത്യമായ ദീർഘവീക്ഷണമുണ്ട്, കൃത്യമായ ലക്ഷ്യബോധമുള്ള ഒരു യുവ ചെറുപ്പക്കാരന് നേതാവും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ അദ്ദേഹം സംസാരിക്കാറുള്ളൂ. വാരി വലിച്ച് PC ജോർജ് ഒരു ചാനൽ ചർച്ചകളിലും സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ മീഡിയ മലയാളത്തിലും ABC-യിലും എത്രയോ തവണ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് ചർച്ചകളിൽ. അപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിന് ജനങ്ങളെ അറിയിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹം അവിടെ വളരെ പക്വമായ നിലപാടാണ് ഷോൺ ജോർജ് എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു യുവതലമുറകളിൽപ്പെട്ട നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ, ശബരിനാഥ്, PC വിഷ്ണുനാഥ് ഇവരൊക്കെ എടുക്കുന്ന ഒരു നിലപാടുണ്ടല്ലോ, അതായത് ഈ ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുന്ന നിലപാടുകളല്ല. അല്ലാണ്ട് BJP-യുടെ യുവത്വത്തിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഉരുളയ്ക്കുപ്പേരി പോലെ. ഉരുളയ്ക്കുപ്പേരി എന്നതിനപ്പുറം ജനങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവുന്ന ഉദാഹരണമാണ് പ്രശാന്ത് ശിവൻ. അതെ, പ്രശാന്ത് ശിവൻ, യുവരാജ് ഗോകുലൊക്കെ. പക്ഷെ കോൺഗ്രസിലെ ഈ യുവ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവർ പക്വമായി പെരുമാറി പക്വതയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് 18,000 വോട്ടിന്റെ വിജയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് ജയിച്ചത്. അദ്ദേഹത്തിന്റെ ഒക്കെ ഒരു രീതിയും അദ്ദേഹം ഒരു പ്രക്ഷോഭം നടക്കുന്ന സ്ഥലത്ത് ഏത് രീതിയിൽ പ്രക്ഷോഭത്തെ അല്ലെങ്കിൽ ആ സമരത്തെ എങ്ങനെ നേരിടണമെന്ന് അദ്ദേഹത്തിന് അറിയാം. കൃത്യമായി സംസാരിക്കേണ്ട സ്ഥലത്ത് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നറിയാം. ആളുകളെ കാണുമ്പോൾ അവരോടൊപ്പം രാഷ്ട്രീയപരമായ എതിർപ്പുകൾ മാത്രമേ ഉള്ളൂ, വ്യക്തിപരമായ എതിർപ്പുകൾ ഇല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും ഷോൺ ജോർജും ഒക്കെ പലപ്പോഴും യുവ തലമുറയ്ക്ക് കാണിച്ചു കൊടുത്തിട്ടുള്ള പല ദൃശ്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഞാൻ പറയുന്നത് ഷോൺ ജോർജിനെ പോലെ ഉള്ളവർക്ക്, ഇപ്പൊ ഷോൺ ജോർജിനെ ജനറൽ സെക്രട്ടറി, സംസ്ഥാന ജനറൽ സെക്രട്ടറി പദത്തിലേക്കാണ്. അത് തീർച്ചയായിട്ടും ആ പദത്തിലേക്കൊക്കെ ഷോൺ ജോർജിനെ പോലുള്ള ഒരാൾ വരുമ്പോൾ വലിയ രീതിയിലുള്ള മാറ്റം BJP-യിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം ഒരു പാർട്ടിയെ നയിക്കാനുള്ള നേതൃപാടവം ഷോൺ ജോർജിന് കൃത്യമായി ഉണ്ട് എന്നുള്ളത്. ഒരിക്കൽ സന്ദീപ് വാര്യർക്കും ഇതുപോലുള്ള നേതൃപാടവം ഉള്ള ഒരാളാണ്. ആളുകളെ കയ്യിലെടുത്തുകൊണ്ട് ആളുകളുടെ മനസ്സറിഞ്ഞുകൊണ്ട് സംസാരിക്കാൻ കഴിവുള്ള ഏറ്റവും നല്ലൊരു നേതാവാണ് സന്ദീപ് വാര്യർ. പിന്നെ സന്ദീപ് വാര്യർ അങ്ങനെ ആഴക്കുഴഞ്ഞ് ഞാൻ മറുപടിയൊന്നും പറയാറില്ല. പലപ്പോഴും നല്ല ഹോംവർക്ക് ചെയ്ത് പഠിച്ച് ഒക്കെ ശേഷമേ പറയുള്ളൂ അദ്ദേഹം. ഇപ്പൊ അദ്ദേഹത്തിന്റെ പഴയ വീഡിയോകളൊക്കെ ഈ BJP-ക്കാർ തന്നെ എടുത്ത് അദ്ദേഹം BJP-ക്ക് അനുകൂലമായി സംസാരിക്കുന്ന വീഡിയോകളൊക്കെ പങ്കുവയ്ക്കുന്നു. അവിടെയാണ് സന്ദീപ് വാര്യരെ BJP-ക്കാർ മനസ്സിലാക്കാതെ പോകുന്നത്. BJP-യിൽ നിന്നപ്പോൾ അദ്ദേഹം പ്രവർത്തിച്ചത് കൃത്യമായി BJP-ക്ക് വേണ്ടി തന്നെയാണ്. കോൺഗ്രസിൽ നിൽക്കുന്ന VD സതീശൻ നാളെ CPM-ലേക്കോ BJP-ലേക്കോ പോയാൽ VD സതീശൻ കോൺഗ്രസിന് വേണ്ടി പറഞ്ഞത് BJP-ക്ക് എതിരെ പറഞ്ഞതുമല്ലേ ആളുകൾ പ്രചരിപ്പിക്കും. അപ്പോൾ ഇതൊന്നും അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. രാഷ്ട്രീയപരമായ എതിർപ്പുകൾ നമുക്ക് രണ്ട് ഭാഗത്തും കൊടുക്കാം. പക്ഷേ കഴിവുള്ള നേതാക്കന്മാരെ BJP എപ്പോഴാണോ നേതൃനിരയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ മാത്രമേ BJP-ക്ക് മാറ്റം സംഭവിക്കൂ. ആ മാറ്റമാണിപ്പോൾ പാലക്കാട് പ്രശാന്ത് ശിവനിലൂടെയും ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഷോൺ ജോർജ് വരുന്നതിലൂടെയും ഒക്കെ സംഭവിക്കുന്നത്. യുവത്വങ്ങൾ കൂടുതൽ വരട്ടെ, യുവതലമുറ കൂടുതൽ വരട്ടെ. അവർക്ക് മാത്രമേ, എല്ലാ പാർട്ടിയിലും അവർക്ക് മാത്രമേ ഇപ്പോഴത്തെ സമൂഹത്തെ തിരുത്താനും കൃത്യമായി സമൂഹത്തെ നേർവഴിക്ക് നയിക്കാനും കൃത്യമായി അവരെ ഏത് പാതയിലൂടെയാണ് സഞ്ചരിക്കേണ്ടതെന്നും മനസ്സിലാക്കി കൊടുക്കാനും ആ വഴിക്ക് കൊണ്ടുപോകാനും സാധിക്കുകയുള്ളൂ.